സെലക്ടീവ് ജുഡീഷ്യറിയും രാഷ്ട്രീയ പകപോക്കലുകളും പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട്. തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ അന്വേഷണ ഏജൻസികൾ പെട്ടെന്ന് സജീവമാകുന്ന പ്രതിഭാസം ഇന്ത്യയിലും കേരളത്തിലും പുതിയതല്ല. ഇതിനെ രാഷ്ട്രീയ പ്രേരിതമെന്ന് പ്രതിപക്ഷം വിശേഷിപ്പിക്കുമ്പോൾ നിയമം അതിന്റെ വഴിക്ക് പോകുന്നു എന്നാണ് ഭരണപക്ഷം അവകാശപ്പെടാറുള്ളത്. അതേസമയം തിരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ വിവാദങ്ങൾക്ക് മൂർച്ച കൂട്ടാൻ അന്വേഷണ ഏജൻസികൾ പഴയ കേസുകൾ പൊടിതട്ടിയെടുക്കുന്നത് ഒരു സ്ഥിരം കാഴ്ചയായി മാറിയത് ജനാധിപത്യ സംവിധാനത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നു. നിലവിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനുമായി ബന്ധപ്പെട്ട പുനർജനി കേസ് വീണ്ടും സജീവമാകുന്നതോടെ അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയായുധമാക്കുന്നു എന്ന ആരോപണം ശക്തമാവുകയാണ്. പറവൂർ എം.എൽ.എ. വി.ഡി. സതീശൻ വിദേശത്ത് നിന്ന് വിദേശ സഹായ നിയന്ത്രണ ചട്ടം ലംഘിച്ച് പ്രളയബാധിതർക്കായി പണം പിരിച്ചുവെന്നതാണ് പുനർജനി കേസ്. 2020 ഉയർന്ന പരാതിയാണെങ്കിലും ഓരോ തിരഞ്ഞെടുപ്പ് കാലത്തോ രാഷ്ട്രീയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴോ ആണ് ഈ കേസിൽ വിജിലൻസ് നീക്കങ്ങൾ വേഗത്തിലാകുന്നത്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ വി.ഡി. സതീശനെ രാഷ്ട്രീയമായ പ്രതിരോധത്തിലാക്കാൻ ഈ കേസ് ഉപയോഗിക്കുന്നുവെന്ന ആക്ഷേപം ശക്തമാണ്. വർഷങ്ങളായി ഇഴഞ്ഞു നീങ്ങുന്ന അന്വേഷണം കൃത്യമായി തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വേഗത കൈവരിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകർ സംശയത്തോടെയാണ് നോക്കിക്കാണുന്നത്. അതുപോലെ കേരള രാഷ്ട്രീയത്തിൽ തിരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും വലിയ ആയുധമായിരുന്നു സോളാർ കേസ്. ഉമ്മൻചാണ്ടിക്കെതിരെ ഓരോ തിരഞ്ഞെടുപ്പിലും പുതിയ വെളിപ്പെടുത്തലുകളും CBI അന്വേഷണങ്ങളും പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. എന്നാൽ വർഷങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ CBI ഉമ്മൻചാണ്ടിക്ക് ക്ലീൻ ചിറ്റ് നൽകിയത് ഇത്തരം കേസുകളുടെ രാഷ്ട്രീയ താൽപര്യം വ്യക്തമാക്കുന്നു. ഭരണപക്ഷത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ഉയരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പ്രതിപക്ഷ നേതാവിനെ തന്നെ കേസിൽ കുരുക്കുക എന്ന തന്ത്രമാണ് ഇവിടെ പയറ്റുന്നത്. കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ നീങ്ങുന്ന അതേ മാതൃകയിൽ തന്നെയാണ് കേരളത്തിൽ വിജിലൻസും പ്രവർത്തിക്കുന്നതെന്ന് UDF ആരോപിക്കുന്നുണ്ട്. അഴിമതി അന്വേഷിക്കപ്പെടേണ്ടത് അനിവാര്യമാണെങ്കിലും അത് രാഷ്ട്രീയ ലാഭത്തിനായി തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ഉപയോഗിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണ്. അന്വേഷണ ഏജൻസികളുടെ വിശ്വാസ്യതയാണ് ഇതിലൂടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. തിരഞ്ഞെടുപ്പ് കാലത്തെ ഈ കേസുകളിൽ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തെക്കാൾ ഉപരിയായി രാഷ്ട്രീയ എതിരാളികളെ നിശബ്ദമാക്കാനുള്ള തന്ത്രമായി മാറുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ പല കേസുകളും വീണ്ടും അപ്രത്യക്ഷമാകുന്ന കാഴ്ചയാണ് നാം കണ്ടുവരുന്നത്. തിരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ പുനർജനി കേസ് വോട്ടർമാരെ സ്വാധീനിക്കുമോ അതോ രാഷ്ട്രീയ വേട്ടയാടലായി ജനങ്ങൾ ഇതിനെ തള്ളിക്കളയുമോ എന്ന് കണ്ടറിയണം.